ഹോമോഫോൺസ് ശ്രദ്ധിക്കാം. എയ്ഡ് എന്ന രണ്ട് സ്പെല്ലിങ്ങുകൾ, AID എയ്ഡ് സഹായം, AIDE എയ്ഡ് അത് സഹായി. നോക്കാം. ഒന്ന്, AID എയ്ഡ് സഹായം അല്ലെങ്കിൽ സഹായിക്കുക. ദ ഗവൺമെൻറ് പ്രൊവൈഡഡ് ഫിനാൻഷ്യൽ എയ്ഡ് ടു ദ ഫ്ലഡ് വിക്ടിംസ്. പ്രളയബാധിതർക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകി. ഇവിടെ എയ്ഡ് സഹായമാണ്, AID. ഇനി എ ഡിക്ഷണറി ഈസ് എ ഗ്രേറ്റ് എയ്ഡ് വെൻ യു ലേൺ എ ന്യൂ ലാംഗ്വേജ്. നിങ്ങളൊരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ ആ ഭാഷയുമായി ബന്ധപ്പെട്ട ഡിക്ഷണറി വലിയ സഹായമാണ്. അടുത്തത്, ഫസ്റ്റ് എയ്ഡ് ഷുഡ് ബി ഗിവൺ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ആൻ ആക്സിഡൻറ്റ്. അപകടത്തിന് തൊട്ട് പിന്നാലെ പ്രഥമ ശുശ്രൂഷ നൽകണം. AIDE എയ്ഡ് എന്ന് പറഞ്ഞാൽ സഹായിയാണ്, ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ സഹായി, അസിസ്റ്റൻറ്റ്. എക്സാമ്പിൾ, ദ മിനിസ്റ്റർ ഡിസ്കസ്ഡ് ദ ന്യൂ പോളിസി വിത്ത് ഹിസ് പൊളിറ്റിക്കൽ എയ്ഡ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, AIDE ആണ്. ഇനി രണ്ട്, ഷീ വർക്ക്സ് ആസ് എ പ്രസിഡൻഷ്യൽ എയ്ഡ് ഇൻ ദ ക്യാപിറ്റൽ. അവൾ തലസ്ഥാനത്ത് രാഷ്ട്രപതിയുടെ സഹായിയായി ജോലി ചെയ്യുന്നു. മൂന്ന്, ദ ജനറൽ ഓർഡേർഡ് ഹിസ് എയ്ഡ് ടു പ്രിപ്പയർ ദ വെഹിക്കിൾ. വാഹനം തയ്യാറാക്കാൻ ജനറൽ തൻ്റെ സഹായിയോട് ഉത്തരവിട്ടു. ഇനി വേറൊരു വാക്കാണ് ALTER, ആൾട്ടർ. ഭേദഗതി വരുത്തുക, മാറ്റം വരുത്തുക. ALTER ആൾട്ടർ തന്നെയാണ്, പക്ഷേ അൾത്താര എന്നർത്ഥം അല്ലെങ്കിൽ ബലിപീഠം എന്നർത്ഥമാണ്. ഒന്നാമത്തത് ALTER ആൾട്ടർ, മാറ്റം വരുത്തുക. ഐ നീഡ് ടു ആൾട്ടർ ദിസ് ഡ്രസ് ബിക്കോസ് ഇറ്റ് ഈസ് ടു ലൂസ്. ഇത് വല്ലാതെ അയഞ്ഞതായതുകൊണ്ട് ഇതൊന്ന് വെട്ടിത്തയ്ക്കണം അല്ലെങ്കിൽ മാറ്റം വരുത്തണം. രണ്ട്, ദ ഡിസിഷൻ വിൽ ആൾട്ടർ ദ എൻറ്റയർ പ്ലാൻ. ഈ തീരുമാനം മുഴുവൻ പദ്ധതിയെയും മാറ്റിമറിക്കും. മൂന്ന്, ദ വെദർ ഫോഴ്സ്ഡ് അസ് ടു ആൾട്ടർ അവർ ട്രാവൽ ഡേറ്റ്സ്. കാലാവസ്ഥ കാരണം ഞങ്ങളുടെ യാത്രാ തീയതികൾ മാറ്റാൻ ഞങ്ങൾ നിർബന്ധിതരായി. ഇനി ALTER ആൾട്ടർ, ബലിപീഠം. പള്ളികളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ബലിക്കായി ഉപയോഗിക്കുന്ന ഉയർന്ന തറ. എ റേസ്ഡ് സ്ട്രക്ചർ യൂസ്ഡ് ഫോർ റിലീജിയസ് റിച്വൽസ്. എക്സാമ്പിൾ, ദ പ്രീസ്റ്റ് വാക്ക്ഡ് അപ് ടു ദ ആൾട്ടർ ടു സ്റ്റാർട്ട് ദ പ്രയർ. പ്രാർത്ഥന തുടങ്ങാനായി പുരോഹിതൻ ബലിപീഠത്തിലേക്ക് നടന്നു. രണ്ട്, ദ ബ്രൈഡ് ആൻഡ് ദ ഗ്രൂം സ്റ്റുഡ് ബിഫോർ ദ ആൾട്ടർ. മണവാട്ടിയും മണവാളനും ബലിപീഠത്തിന് മുൻപിൽ നിന്നു. മൂന്ന്, പീപ്പിൾ പ്ലേസ്ഡ് ഫ്രഷ് ഫ്ലവേഴ്സ് ഓൺ ദ ആൾട്ടർ. ആളുകൾ ബലിപീഠത്തിൽ പുതിയ പൂക്കൾ അർപ്പിച്ചു.